ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ളൊരു കുറവുകൾ ഉണ്ടാവാം, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ ട്രേഡിങ്ങിൽ SMCനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ടും എന്നോട് ചോദിക്കുന്നവരോടത്തൊക്കെ പറയാറ്. കാരണം ചില ആളുകൾ പ്രൈസ് ആക്ഷൻ പഠിച്ച ആൾക്കാർ നമ്മൾ SMC ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അപ്പോൾ SMC കുറേ ആൾക്കാർ പഠിച്ചിട്ട് ലോസ് SMC തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടും പ്രോഫിറ്റുള്ള ആൾക്കാരുണ്ട്, ലോസുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ മൈൻഡ് സെറ്റാണ്. അതായത് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും, ചില കാര്യങ്ങൾ കൊണ്ട് ചിലത് മനസ്സിലാവില്ല. ചില ഐഡിയാസുകൾ പലർക്കും ഓരോരുത്തരുടെ തലച്ചോറിന് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കലുണ്ട്, എങ്ങനെയാണ് ഈ ട്രേഡ് എടുക്കുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നത് മനസ്സിലാവുന്നില്ല ഈ ചില സമയങ്ങളിൽ. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഇപ്പോൾ വീണ്ടും മുകളിലോട്ട് ഇങ്ങനെ ട്രേഡ് എടുത്ത് പോകും, ചിലപ്പോൾ അപ്പ് ട്രെൻഡ് ആണെങ്കിൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി താഴത്തോട്ട് മാർക്കറ്റ് വരുമ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, പിന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ SL അടിക്കുകയും ചെയ്യും. മറ്റുള്ളവർ അതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അത് മനസ്സിലാവുന്ന ആൾക്കാർ. പക്ഷെ ഇത് മാർക്കറ്റ് നമുക്ക് പിടുത്തം തരാത്ത രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാവേ. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ, അതായത് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനൊരു മാർക്കറ്റ് സ്ട്രക്ചറാണത്. ജസ്റ്റ് ഞാൻ വരച്ചു എന്നുള്ളൂ. ഇവിടുന്നത് ഈ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പിന്നെ ഉണ്ടാക്കുന്നത് BOS ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിങ്ങനെ വരച്ച് കാണിച്ചു തരാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതായത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി പിന്നെ താഴത്തോട്ട് വരുമ്പോൾ BOS കിട്ടും, ഇത് ഇവിടുന്ന് ട്രേഡ് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഏത് സന്ദർഭത്തിൽ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് ഇങ്ങനെ ഈ വരക്കുന്ന പോലെ അല്ലല്ലോ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വേറെയും ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് മേലേക്ക് കയറി ഇറങ്ങിയിട്ടായിരിക്കും വരിക. അതായത് മാർക്കറ്റ് നമുക്കൊരു പിടുത്തം തരില്ല. അപ്പോൾ നമ്മൾ വിചാരം സപ്പോർട്ടാണ്, അങ്ങനെ ഓരോ ഏരിയയിലും സപ്പോർട്ടാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കും. അതാണ് മെയിൻ ഫോൾട്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ട്രേഡ് ഇടാൻ വേണ്ടിയിട്ടാണ്. ലൈവ് ട്രേഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ട്രേഡ് കൊടുക്കാം. ഞാൻ സ്ട്രക്ചറുകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് സപ്പോർട്ട് ചെയ്താൽ അത് വെറുതെ ആവില്ല, ഉള്ളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞുതരും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ അതിൽ ചേർത്ത് എല്ലാവരും സംശയം ചോദിക്കുക. ഞാൻ എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ സംശയങ്ങളെല്ലാവരും നികത്തി തരാം. ഓക്കെ, മാക്സിമം കഴിയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഓക്കെ, മാക്സിമം എല്ലാവരും യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.